പാഠം 690. കേട്ടറിവുകളുടെ കുഴപ്പം. അനധികൃതമായി സ്വകാര്യ ട്യൂഷൻ നടത്തിയ അധ്യാപകനെ സർവകലാശാലയുടെ പ്രത്യേക സംഘം പിടികൂടി. ഹേമേന്ദ്രൻ സാറോ? സർക്കാർ കോളേജിലെ ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപകനായ ഹേമചന്ദ്രനെയാണ് പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിൽ സർവകലാശാല പിടികൂടിയത്. അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. പാവപ്പെട്ട വിദ്യാർത്ഥികളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഇത്തരം സകല സാറന്മാരെയും പിടിച്ച് പടിയടച്ച് പിണ്ടം വെച്ചാലേ കുട്ടികൾ രക്ഷപ്പെടൂ. എന്താ പറഞ്ഞിട്ട്? സർക്കാർ കോളേജിലെ ഹേമചന്ദ്രൻ സാറിനെ സസ്പെൻഡ് ചെയ്തു. കാര്യം നിനക്കറിയാമോ? അറിയാലോ, സ്വകാര്യ ട്യൂഷൻ. ഈ സംഭവം നടന്നിട്ട് ആഴ്ച 1 ആയി. ഇതിപ്പോ ഹേമേന്ദ്രൻ സാറിന്റെ ശത്രുക്കൾ ആരും എടുത്ത് പത്രത്തിൽ കൊടുത്തതാ. അല്ലെങ്കിൽ തന്നെ പത്രവാർത്തയാകാന്തൊക്കെ എന്ത് ഗൗരവമുണ്ട് ഇതിന്? എന്താ ഗൗരവമില്ലാത്തത്? ഭാമേ, സർക്കാർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി കൊണ്ട് കളിക്കുന്ന ഇത്തരക്കാരെ ഒരു കാരണവശാലും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഈ ഹേമേന്ദ്ര സാറിനെ പോലെ കുറെ പേരുണ്ട്. ക്ലാസ്സിൽ ഒന്നും പഠിപ്പിക്കില്ല. സാറ് വന്നാലും കുട്ടികൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതോടെ കുട്ടികൾ ധർമ്മസങ്കടത്തിലാവും. പരീക്ഷ ജയിക്കണമല്ലോ. സ്വകാര്യ ട്യൂഷന് പോകുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇതേ സാറ് തന്നെ ട്യൂഷൻ എടുക്കും. ഭയങ്കര ഫീസും വാങ്ങും. ട്യൂഷന് വരുമ്പോ കുട്ടികളെ നന്നായി പഠിപ്പിക്കും. സാറിന് സർക്കാർ ശമ്പളവും കുട്ടികളുടെ ഫീസുമായിട്ട് മുടിഞ്ഞ വരുമാനം. കാശുള്ള കുട്ടികളാരും വിട്. കോളേജ് ഫീസ് എന്നെ കൊടുക്കാൻ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട കുട്ടികളുടെ കാര്യം എന്ത് ചെയ്യും? അവർക്ക് സ്വകാര്യ ട്യൂഷൻ പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അവർ പരീക്ഷയിൽ തോൽക്കും. ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവും. പക്ഷെ മോഹനേട്ടാ, ഹേമേന്ദ്ര സാറിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സാറിനെ പറ്റി കുട്ടികൾക്കൊക്കെ നല്ല അഭിപ്രായമാണ്. സാറിന്റെ ശത്രുക്കൾ ആരോ കൊടുത്ത പരാതിയുടെ പേരിലാണ് ഈ ബഹളം ഇവിടെ ഉണ്ടായത്. സാറിന്റെ ശത്രുക്കൾ പരാതി കൊടുക്കും. സാറിന്റെ ശത്രുക്കൾ റെയ്ഡ് നടത്തുന്നു. സാറിന്റെ ശത്രുക്കൾ സാറിനെ സസ്പെൻഡ് ചെയ്യുന്നു. സാറിന്റെ ശത്രുക്കൾ ആ വാർത്ത പത്രത്തിൽ കൊടുക്കും. ഇതിനു മാത്രം ശത്രുക്കൾ ഉണ്ടാകാൻ സാറാര് ഹരിച്ചെന്നല്ലോ. രാവിലെ തന്നെ ഒരാളെ പറ്റി എന്തോ വായിച്ച പാടെ അത് വിശ്വസിച്ച് കുറ്റം പറയാൻ നിൽക്കാതെ ആ കേട്ടതിൽ വല്ല വാസ്തവം ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്ക്. ബുദ്ധിയും പക്വതയും ഒക്കെ ഉള്ളവർ അങ്ങനെയാണ്. വലിയ വിദ്യാഭ്യാസമായിട്ട് കാര്യമില്ല. ഹലോ, അതെ അതെ, ഞാൻ സത്യഭാമയാണ്. ആ, ഹേമേന്ദ്ര സാറോ? അയ്യോ, ഞങ്ങളിപ്പോ സാറിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പത്രത്തിൽ വാർത്തയുണ്ടല്ലോ. ഇങ്ങോട്ടോ? ഓ, അതെന്താ സാർ, വന്നോളൂ. അരമണിക്കൂറോ? ഓ ശരി ശരി. ആ വിളിച്ചത് ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഞെട്ടും. ദാവൂദ് ഇബ്രാഹിമാണോ? അല്ല. ബില്ലാദൻ? ബില്ലാദനൊക്കെ മരിച്ചു പോയില്ലേ? ഹിറ്റ്ലർ, മുസോളിനി? അവരൊന്നും ജീവിച്ചിരിപ്പില്ലല്ലോ. അല്ല, ഫോൺ വിളിച്ച് ആരാണെന്ന് കേട്ടാൽ ഞാൻ ഞെട്ടണമെങ്കിൽ ഈ പേരൊക്കെയാണല്ലോ പറയേണ്ടത്. ഇതത്ര ഞെട്ടലല്ല, അത്ഭുതത്തിന്റെ ഞെട്ടൽ. പ്രധാനമന്ത്രി ആയിരിക്കും? അല്ല. മുഖ്യമന്ത്രി? അല്ലെന്ന്. മമ്മൂട്ടിയോ മോഹൻലാലോ? അല്ല. അത്ഭുതം കൊണ്ട് ഞെട്ടണമെങ്കിൽ ഇവരാരെങ്കിലും ആയിരിക്കണം. എന്നെ വിളിച്ചത് ഹേമചന്ദ്രൻ സാറാണ്. ഏത് ഹേമേന്ദ്രൻ സാറ്? ഏത് ഹേമേന്ദ്രൻ സാറിന്റെ കാര്യമാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഓ, ഗവൺമെന്റ് കോളേജിലെ ഹേമേന്ദ്രൻ സാറോ? എന്താ കാര്യം? എന്തോ സംസാരിക്കാനുണ്ട്, ഇങ്ങോട്ട് വരുന്നു എന്ന് സാർ പറഞ്ഞു. മനസ്സിലായി. കോളേജിലെ ജോലി പോയതിനെതിരെ കേസ് കൊടുക്കാൻ വക്കീലിനെ കാണാൻ വരുന്നതാണ്. പക്ഷേ എന്ത് കേസ് കൊടുത്തിട്ടും കാര്യമില്ല ഭാമേ. സർവകലാശാലയുടെ സ്ക്വാഡ് തൊണ്ടി സഹിതം പിടിച്ച ഒരാളെ രക്ഷപ്പെടുത്താൻ നിനക്ക് പറ്റില്ല. അത് മോഹനേട്ടൻ കണ്ടു. കേസ് എന്നെ ഏൽപ്പിക്കാൻ ഹേമേന്ദ്രൻ സാർ തയ്യാറാണെങ്കിൽ
പുല്ല് പോലെ ആ കേസ് ഞാൻ വാദിച്ച് ജയിച്ചിരിക്കും. കേസ് ജയിക്കാൻ എന്നെ പഠിപ്പിക്കല്ലേ മോഹനേട്ട? അങ്ങനെ എന്ത് കള്ളത്തരവും കാണിച്ച് ആ കേസ് ജയിക്കാം എന്നൊരു മോഹം നിനക്കുണ്ടെങ്കിൽ അത് വേണ്ട. ഹേമചന്ദ്രൻ സാറിന്റെ കേസ് വാദിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താ? പാവപ്പെട്ട വിദ്യാർത്ഥികളെ ക്രൂരമായി ചൂഷണം ചെയ്ത് പണം സമ്പാദിക്കുന്ന ഒരു അധ്യാപകന് വേണ്ടി നീ കേസ് വാദിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിൽ നല്ലത് പിടിച്ചുപറിക്കാരുടെയോ പോക്കറ്റടിക്കാരുടെയോ കേസ് വാദിക്കുന്നതാ. നീ ഹേമേന്ദ്ര സാറിന്റെ കേസ് വാദിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ ഈ നാട് വിട്ടു പോകേണ്ടി വരും. പോയോ? മോഹനേട്ടാ, ഹേമേന്ദ്ര സാറിനെ കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്കറിയാം. ഒരു നല്ല മനുഷ്യനാ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു കുട്ടിയും അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇതാരും മനഃപൂർവ്വമായിട്ട് അദ്ദേഹത്തെ കുടുക്കിയതാ. അതെനിക്ക് മനസ്സിലായില്ല. ഭാമേ, ഏതോ ഒരു കുട്ടി അധ്യാപകനെ പറ്റി പരാതി പറയുന്നത് പാടെ ഓടിച്ചെന്ന് ആ അധ്യാപകനെ ഒരു സ്കോഡും പിടിക്കില്ല. അവർക്ക് പരാതി കിട്ടി. അന്വേഷിച്ചപ്പോൾ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കയറി ചെന്നു. ആളെ തൊണ്ടി സഹിതം പിടിച്ചു. ഇതാണ് സംഭവിച്ചത്. പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ സംഭവം നടക്കും മോഹനേട്ടൻ ഇതാ തൊട്ടടുത്ത് നിൽക്കായിരുന്നു തോന്നും. മോഹനേട്ടാ, ഹേമേന്ദ്ര സാറിനെ പറ്റി എന്തൊക്കെ ഇല്ലാകഥകൾ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോണില്ല. കാരണം സാറിന് എനിക്ക് അത്രയ്ക്ക് പരിചയമുണ്ട്. 3 മാസം മുന്നേ ഒരു കേസിൽ സാക്ഷി പറയാൻ സാറ് കോടതി വന്നിരുന്നു. അപ്പൊ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ പുള്ളിക്ക് സ്ഥിരം പരിപാടിയാണ്. സാക്ഷി പറയാനാണ് വന്നത്. ടൗണിലെ ജംഗ്ഷനിൽ 2 കൊല്ലം മുന്നുണ്ടായ ഒരു അപകടത്തിന്റെ കേസായിരുന്നു. സാധാരണ ഓരോരുത്തർ കോടതി വരേണ്ടി വരുമെന്ന് പറയുമ്പോൾ തന്നെ സാക്ഷി പറയാൻ മടിച്ച് ഒഴിവാകും. സാറന്ന് അങ്ങനെയല്ല ചെയ്തത്. കണ്ടതുപോലെ തന്നെ കോടതി പറഞ്ഞു. ഭാമേ, പുറമേ കാണുമ്പോ പലരും ഭയങ്കര മാന്യന്മാരാണെന്ന് തോന്നും. മറ്റുള്ളവരോട് പെരുമാറുമ്പോ ആ മര്യാദ അവർ കാണിക്കുകയും ചെയ്യും. പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇതുപോലെ വല്ലതുമൊക്കെ വരുമ്പോഴേ അറിയൂ. മോഹനേട്ടനെ പറ്റി നാട്ടുകാർക്കൊക്കെ ഭയങ്കര മതിപ്പാണ്. എല്ലാവരും പറയുന്ന അങ്ങേയറ്റം നല്ല അഭിപ്രായമാണ്. പക്ഷേ അതൊക്കെ മോഹനേട്ടന്റെ അഭിനയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ എന്തു പറയും? ഞാൻ അഭിനയിക്കണം ആരും പറയേണ്ട കാര്യമില്ല. ഹേമേന്ദ്രൻ സാറിനെ സ്കോഡ് പിടിക്കുന്നത് വരെ സാറിന്റെ തനി സ്വരൂപം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് എന്നെ പോലീസ് പിടിച്ചാൽ ഇപ്പോ എന്നെ പറ്റി നല്ലത് പറയുന്ന ഇവരെല്ലാം മാറ്റി പറയുകയും ചെയ്യും. പോലീസ് പിടിച്ചു എന്നതുകൊണ്ട് മാത്രം ആളുകൾ കുറ്റക്കാരാവില്ല മോഹനേട്ടാ. ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്, പോലീസ് അല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അഭിപ്രായം മാറില്ല. കോളേജിൽ വരുന്ന കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുക, എന്നിട്ട് അതേ കുട്ടികളെ വീട്ടിൽ വിളിച്ചു വരുത്തി ട്യൂഷൻ എടുത്ത് അതിന്റെ ഫീസ് വേറെ വാങ്ങുക. ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവരാണ് അധ്യാപകർക്ക് മൊത്തത്തിൽ ചീത്തപ്പേരുണ്ടാക്കുന്നത്. ഇവരെയൊക്കെ പോലീസ് പിടിച്ചാലേ ശരിയാവും. വക്കീലേ, ഉത്തരവെന്തോ കേസുമായിട്ട് വന്നതാ. ആ കേസൊക്കെ വാദിച്ചോ. പക്ഷേ ഹേമേന്ദ്ര സാറിന്റെ കേസ് വാദിക്കാമെന്നേറ്റാൽ എന്റെ സ്വഭാവം മാറും. നമസ്കാരം. പിന്നെ ഇന്നലെ രാത്രി ഏലിയാസ് മംഗലാപുരത്തൊന്ന് വിളിച്ചിരുന്നു. അവന്റെ കേസിന്റെ അവധി എന്നാണെന്ന് അറിയാൻ. ഞാൻ പറഞ്ഞു വക്കീലോട് ചോദിച്ചിട്ട് ഇന്ന് പറയാന്ന്. വക്കീൽ ഓഫീസിൽ പോയാലേ അത് കൃത്യമായിട്ട് പറയാൻ പറ്റൂ ഉത്തമ. ഒരു 10 മണി കഴിയുമ്പോഴേക്കും മുത്തമ്മ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഓ ശരി വക്കീലേ. സാറില്ലേ ഇവിടെ? സാർ ഓഫീസിൽ പോകാനുള്ള തിരക്കില്ല. ആ ഉത്തമ, സർക്കാർ കോളേജിലെ ഹേമേന്ദ്ര സാറിന് ഉത്തരം അറിയാലോ? പിന്നെ എനിക്കറിയാം. സാർ ഇപ്പൊ സസ്പെൻഷനിലല്ലേ? സ്വകാര്യ ട്യൂഷൻ എടുത്തപ്പോ പിടിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടു. ഹേമേന്ദ്ര സാറ് ഒരു കേസിന്റെ കാര്യമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് കേട്ടപാടെ മോഹനേട്ടൻ വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. വഴക്ക എന്തിന്? പാവപ്പെട്ട പിള്ളേരെ പറ്റിച്ച് കാശുണ്ടാകുന്ന ഹേമേന്ദ്ര സാറിന്റെ കേസ് ഞാൻ വാദിക്കാൻ പാടില്ല എന്ന്. അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഉത്തമ? ഹേമേന്ദ്ര സാറ് കേസ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും അത് ജയിച്ചല്ലേ പറ്റൂ. അപ്പോ എനിക്ക് ഉത്തമന്റെ ചില സഹായങ്ങൾ വേണ്ടി വരും. സാറ് ട്യൂഷൻ എടുക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് ഒന്ന് എനിക്ക് സംഘടിപ്പിച്ചു തരണം. ആ കേസ് നീ വാദിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉത്തമ, സാറേ, സർക്കാർ ആശുപത്രികളിൽ ചില ഡോക്ടർമാരുണ്ട്. വീട്ടിൽ പോയി പൈസ കൊടുത്താലേ അവർ ചികിത്സിക്കും. സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന സാറന്മാരും അതുപോലെയാണ്. സർക്കാർ ശമ്പളം വാങ്ങും, എന്നിട്ട് കുട്ടികളെ പിഴിഞ്ഞ് വേറെയും കാശ് സമ്പാദിക്കും.
അങ്ങനെയുള്ള ഒരാളുടെ കേസ് ഈ വക്കീൽ വാദിച്ചാൽ എന്റെ മാനമല്ലേ പോകുന്നത്? മോഹനേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഹേമേന്ദ്ര സാറിന്റെ കേസ് ഞാൻ വാദിക്കും. ഞാൻ വാദിച്ചാൽ ജയിക്കുകയും ചെയ്യും. ഒരാൾ ഒരു തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നാട്ടിലെ വില്ലേജ് ഓഫീസർ അല്ല, കോടതിയാണ്. കോടതിയിൽ എന്ത് പറഞ്ഞാൽ കേസ് ജയിക്കാമെന്ന് എനിക്കറിയാം. സാറേ, ഭാമ ഹേമേന്ദ്ര സാറിന്റെ കേസ് വാദിക്കുന്നതിനെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താണ്? അല്ല, ഇതിപ്പോ വക്കീൽ ഒരു വക്കീലാണല്ലോ. അപ്പൊ പിന്നെ എല്ലാത്തരം കേസും വാദിക്കേണ്ടി വരൂലേ? ഹേമേന്ദ്ര സാറിനെ പോലുള്ള ഒരാളിന്റെ കേസ് വാദിക്കുന്നതിൽ എന്താണ് സാറേ കുഴപ്പം? ചുമ്മാ 10ാം ക്ലാസ് തോറ്റു നടക്കുന്നത്. ശരി, അത് തെറ്റ് എന്ന് ഉത്തമനെ അറിയില്ല. ഉത്തമ, എന്താ സാറേ? സാറേ എന്നെ വിട്ടേക്കണേ സാറേ. 10ാം ക്ലാസ് പോലും ജയിക്കാത്ത എനിക്ക് സാറ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുക ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ വെറുതെ ഒരു തർക്കം? എനിക്കാണെങ്കിൽ പോയിട്ട് ഒരുപാട് അത്യാവശ്യം ഉള്ളതാണ്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. രക്ഷപ്പെട്ടു. ഹലോ, അതെ ഭാമയാണ്. വിദ്യ, ഇതെന്താ രാവിലെ? അത് ഞാൻ അറിഞ്ഞിരുന്നു. അതെയോ? അതിനെന്താ, രാവിലെ വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞാൽ മതി. എന്താ വേണ്ടെന്ന് മോഹനോട് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞേക്കാം. ശരി. വിദ്യാലക്ഷ്മിയുടെ ചെറിയച്ഛന് വീട് പണി തുടങ്ങാൻ പോവാ. പഞ്ചായത്തിൽ നിന്നുള്ള ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷ കൊടുക്കാൻ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ഞാൻ പറഞ്ഞു നേരെ വില്ലേജ് ഓഫീസിൽ ചെന്ന് മോഹനേട്ടനെ കണ്ടാൽ മതി, എന്താ വേണ്ടതെന്ന് മോഹനേട്ടൻ പറഞ്ഞുതരുമെന്ന്. നീ അത് പറഞ്ഞത് വളരെ നന്നായി. വിദ്യാലക്ഷ്മിയുടെ ചെറിയച്ഛന്റെ പേരെന്താണ്? രാമനാഥൻ. രാമനാഥൻ, നല്ല പേര്. പക്ഷേ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഈ നൂറ്റാണ്ടിൽ കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രം. കാരണം എന്താ? ഭാമേ, ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ഒരു രേഖ കൊടുക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി എളുപ്പമാണ് ഒരു രേഖ കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഒരു വില്ലേജ് ഓഫീസറുടെ അധികാരം എന്താണെന്ന് ഞാനും കാണിച്ചു തരാം. നീ അത്ര കൊടികെട്ടിയ വക്കീലാണെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുത്ത് വിദ്യയുടെ ചെറിയച്ഛന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തോ? നടക്കില്ല. മോഹനേട്ടാ, ഇതൊരുമാതിരി മൂന്നാംകിട വാശിയാണ്. ഹേമേന്ദ്ര സാറിന്റെ കേസ് ഞാൻ വാദിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ വിദ്യയുടെ ചെറിയച്ഛൻ അവകാശപ്പെട്ട സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാ മോനേട്ടാ? മോഹനേട്ടൻ ഭയങ്കര സത്യസന്ധനാണ് എന്നാണല്ലോ നാഴിക 40 തൊട്ട് പറയുന്നത്. ഇതാണോ ആ പറഞ്ഞ സത്യസന്ധത? നിനക്ക് ഒരു ധാരണയുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം കോടതിയും വക്കീലുമാരുമാണ്. സ്വകാര്യ ട്യൂഷൻ നടത്തി കുട്ടികളെ വഞ്ചിച്ച് പണമുണ്ടാക്കുന്ന ഒരു അധ്യാപകനെ നിയമത്തിന്റെ മറവിൽ കൂടി രക്ഷിക്കും എന്നാണ് നീ പറഞ്ഞത്. വിദ്യയുടെ ചെറിയച്ഛന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നതും നിയമത്തിന്റെ മറവിൽ തന്നെ ആയിരിക്കും. നോക്കൂ. അത് ശരി. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഈ ഭീഷണി കേട്ട് ഞാൻ ഹേമേന്ദ്ര സാറിന്റെ കേസിൽ നിന്ന് പിന്മാറുമെന്ന് മോഹനേട്ടൻ ഇനി സ്വപ്നം പോലും കാണണ്ട. ഹേമേന്ദ്ര സാറിന് വേണ്ടി ഞാൻ തന്നെ കേസ് വാദിക്കും. നീ അത് ചെയ്യുന്നത് എനിക്കറിയാം. ഇത്രയും കാലം സത്യസന്ധനും മാന്യനുമായ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് ഇപ്പോഴും ബഹുമാനം ഹേമേന്ദ്ര സാറിനെ പോലുള്ള കള്ളന്മാരോടാണ്. ഇതിനൊക്കെ നീ അനുഭവിക്കും. കുറെ നേരമായാലും മോഹനേട്ടൻ ഹേമേന്ദ്ര സാറിനെ പറ്റി വെറുതെ ഇല്ലാക്കാതെ പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറ് ട്യൂഷൻ എടുക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി മോഹനേട്ടനോട് സാറിനെ പറ്റി പരാതി പറഞ്ഞിട്ടുണ്ടോ? കുട്ടികൾ എങ്ങനെ പരാതി പറയും? അവർക്കൊക്കെ സാറിനെ പേടിയായിരിക്കുമല്ലോ. നാട്ടുകാരാരെങ്കിലും സാറിനെ പറ്റി മോഹനേട്ടനോട് മോശമായിട്ട് സംസാരിച്ചോ? അതോ നാട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ. ചുരുക്കത്തിൽ മോഹനേട്ടന്റെ നേരിട്ടുള്ള അറിവിൽ സാറിന് ഒരു ചീത്തപ്പേരും ഇല്ല. എന്നിട്ടും മോഹനേട്ടൻ കാടടച്ച് വെടിവെച്ചോണ്ടിരിക്കുക. അല്ലല്ലോ, ഈ പറയുന്ന ഹേമേന്ദ്ര സാറിനെ സർവകലാശാലയുടെ പ്രത്യേക സ്കോഡ് പിടിച്ച കാര്യമാണല്ലോ നമ്മൾ ഇന്ന് പത്രത്തിൽ വായിച്ചത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? കോടതി സാറിനെ കുറ്റക്കാരനായി കാണുന്നവരെ സാറ് നിരപരാധി തന്നെയാണ്. മോഹനേട്ടനെ പോലൊരാൾ അതിനു മുന്നേ ഇങ്ങനെ അപവാദം പറഞ്ഞ് നടക്കുന്നത് വളരെ കഷ്ടമാണ്. ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. ഇത് തെറ്റാണ് എന്ന് നീ തെളിയിച്ചാൽ ഞാൻ 100 ഏത്തമിടും. പോരെ? അയ്യോ, ഹേമേന്ദ്ര സാർ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞ പോലത്തെ വിവരക്കേട് സാർ കേൾക്ക പറയരുത്. വക്കീലും കക്ഷിയും തമ്മിൽ കേസിന്റെ കാര്യം സംസാരിക്കുമ്പോ
മൂന്നാമതൊരാൾ ഇടപെടുന്നത് ശരിയല്ല. നമസ്കാരം സാർ. ഞാൻ സാറ് വരുന്ന കാത്തിരിക്കായിരുന്നു. അകത്തേക്ക് ഇരിക്കാം. ഇരിക്കായിരുന്നു. ചായ കുടിക്കാനൊന്നും സമയമില്ലെന്നുള്ളതാ സത്യം. ഒരുപാട് തിരക്കുകളുണ്ട്. അതുകൊണ്ട് വന്ന കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോയേക്കാം. നമസ്കാരം മോനേഷ. നമസ്കാരം. സാറിനിപ്പോ അങ്ങനെ ഒരുപാട് തിരക്കുണ്ടാകാൻ മാത്രം എന്തിരിക്കുന്നു? കോളേജ് പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കേസിന്റെ കാര്യം, അതിനിപ്പോ ഒരുപാട് സമയം ചെലവാക്കേണ്ടി വരില്ലല്ലോ. മോഹനട്ടൊന്നും വെറുതെ ഇരിക്കണുണ്ടോ? സാർ വന്ന് എന്നെ കാണാനല്ലേ? ഞാൻ വെറുതെ ഒരു കുശലം ചോദിച്ചതേ ഉള്ളൂ. സാറ് കോളേജ് മാനേജ്മെന്റിനെതിരെ കൊടുക്കാൻ പോകുന്ന കേസ് ഭാമയാണ് വാദിക്കുന്നത് പറയുന്നത് കേട്ടു. നന്നായി. എത്ര വലിയ കുറ്റം ചെയ്തവരെയും പുല്ലുപോലെ രക്ഷിക്കാൻ സാമർഥ്യമുള്ള വക്കീലാണ് ഈ നിൽക്കുന്ന ആള്. ഞാൻ കേസിന്റെ കാര്യം പറയാൻ വന്നതല്ല. സത്യത്തിൽ ആ കേസ് തന്നെ ഇപ്പൊ നിലവിലില്ല. കേസില്ലേ? അപ്പോ സാർ സ്വകാര്യ ട്യൂഷൻ നടത്തിയെന്ന് പറഞ്ഞ് സ്ക്വാഡ് സാറിനെ പിടിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത വന്നതോ? ഞാൻ വീട്ടിൽ കുട്ടികളെ പഠിപ്പിച്ചു വന്നതും സ്ക്വാഡ് വന്ന് എന്നെ പിടിച്ചു എന്നുള്ളതും അതിന്റെ പേരിൽ എന്നെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതും ഒക്കെ സത്യമാണ്. പക്ഷെ കൂടുതൽ അന്വേഷണം വന്നപ്പോ ഞാൻ നിരപരാധിയാണെന്ന് കോളേജ് മാനേജ്മെന്റിനും യൂണിവേഴ്സിറ്റിക്കും മനസ്സിലായി. കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന അതേ കുട്ടികളെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വീട്ടിലിരുത്തി കുറച്ചുനേരം പഠിപ്പിക്കുന്നത് എങ്ങനെയാ കുറ്റകരമാവുന്നത്? ഒരു കുട്ടിയുടെയും കയ്യിൽ നിന്ന് ഞാൻ 10 പൈസയും വാങ്ങുന്നില്ല. അത് മാത്രമല്ല, വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് ചായയും നാരങ്ങാവെള്ളവും ഉപ്പേരിയൊക്കെ കൊടുത്ത് എന്റെ കാശ് ചെലവായ ചരിത്രമേ ഉള്ളൂ. ഇവിടെ ആരോ പറയുന്നത് കേട്ട് സ്ക്വാഡുകാർ റെയ്ഡ് നടത്തിയതാ. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്നെ കൈവിടില്ല. അവരുള്ള സത്യം പറഞ്ഞു. ഞാൻ കാശ് വാങ്ങിയെന്ന് പറഞ്ഞാ പോരല്ലോ, അത് തെളിയിക്കണ്ടേ? കല്യാണം പോലും കഴിക്കാതെ ഒറ്റത്തടിയായി ജീവിക്കുന്ന എനിക്ക് കോളേജിൽ നിന്ന് കിട്ടുന്ന ശമ്പളം തന്നെ ധാരാളമാണ്. സസ്പെൻഷൻ പിൻവലിച്ചു. ഇന്ന് മുതൽ ഞാൻ കോളേജിൽ പോവുക. അതുകൊണ്ടാ രാവിലെ തന്നെ മോഹനേഷനെ കാണാൻ വന്നത്. എന്നെ കാണാനോ? ആ, കോളേജിൽ കുട്ടികൾക്കായി ഞങ്ങളൊരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉടമസ്ഥതയും കൈമാറ്റവും ഭൂപരിഷ്കരണ നിയമവും ഒക്കെയാ വിഷയം. അടുത്ത ശനിയാഴ്ചയാ സെമിനാർ. രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയിൽ വെറും 1 മണിക്കൂർ മോഹനേഷൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം. മോഹനേഷനാവുമ്പോ ഭൂനിയമങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടല്ലോ. ഈ നാട്ടിൽ അത്തരം കാര്യങ്ങളിൽ മോഹനേഷന്റെ അത്ര അറിവ് വേറെ ആർക്കുമില്ല. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച മോഹനേഷനെ വിളിക്കാൻ സമ്മതിപ്പിച്ചത്. അല്ല, മോഹനേഷൻ പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവും, അതെനിക്ക് ഉറപ്പാ. അതിനെന്താ സർ, മോഹനേട്ടൻ വരും. വരണം. വന്നില്ലെങ്കിൽ എനിക്കാ നാണക്കേട്. മോഹനേഷനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞുപോയി. സത്യഭാമയോടുള്ള ധൈര്യത്തിന്റെ പുറത്താ ഞാൻ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുത്തത്. ഒരു കുഴപ്പമില്ല സർ, മോഹനേട്ടൻ വരും. സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോ. കുട്ടികളെ ആരെങ്കിലും ഞാൻ നാളെ വില്ലേജ് ഓഫീസിലേക്ക് വിടാം. ഔദ്യോഗികമായ ഒരു ക്ഷണക്കത്ത് തരണമല്ലോ. ശനിയാഴ്ച മോഹനേഷന് പറ്റുന്ന സമയം അപ്പ കുട്ടികളോട് പറഞ്ഞാൽ മതി. എന്നാ ഞാൻ വരട്ടെ. ശരി. എന്തു പറ്റി? വില്യാപ്പിച്ചിട്ട് മുണ്ടാട്ട് മുട്ടിപ്പോയോ? ഹേമേന്ദ്രൻ സാറ് കള്ളനാണ്, കാപാലികനാണ്, പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്ന ക്രൂരനാണ്, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് മാനിന് ചമഞ്ഞടക്കുന്ന കശ്മലനാണ്. എന്തൊക്കെയായിരുന്നു മോഹനേട്ടാ പറഞ്ഞത്? ഈ കള്ളന്മാരായ ആളുകൾ പറയുന്നൊന്നും വിശ്വസിക്കരുതല്ലേ മോഹനേട്ടാ? അവര് നാളത്തെ കള്ളമല്ലേ പറയൂ. ഇപ്പൊ തന്നെ മോഹനേട്ടനെ പറ്റി പറയുന്നത് കേട്ടില്ലേ? മോഹനേട്ടൻ വലിയ യോഗ്യനാണ്, നിയമങ്ങളെ പറ്റിയൊക്കെ വലിയ അറിവാണെന്നൊക്കെ. അത് കള്ളമായിരിക്കൂലേ? മോഹനേട്ടനെ പറ്റി നല്ലത് പറഞ്ഞാൽ അതൊക്കെ സത്യം, അല്ലെങ്കിൽ കള്ളം. അങ്ങനെയാണോ? പത്രത്തിൽ ഇത്ര വൈകി വാർത്ത വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ആ വാർത്തയുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന്.
ഇതിപ്പോ ആ കേസ് തീർന്ന് സസ്പെൻഷൻ പിൻവലിച്ചപ്പോഴാണ് വാർത്ത. പത്രക്കാരുടെ കുഴപ്പ പത്രത്തിൽ വാർത്ത ആരായാലും വിശ്വസിച്ചോല്ലേ? പത്രത്തിലെന്നല്ല, ഒരിടത്തും എന്ത് കണ്ടാലും വിശ്വസിക്കരുത്. അത് ശരിയാവാൻ സാധ്യതയുണ്ടോ എന്ന് സ്വയം ഒന്ന് അന്വേഷിക്കാലോ. മോഹനേട്ടനെ പറ്റിയാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടാവുന്നതെന്ന് കരുതുക. മോഹനേട്ടൻ എന്ത് ചെയ്യും? ഞാൻ വേറെ ആരുടെയും കേമേന്ദ്ര സാറെ പറ്റി വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. കൃത്യസമയത്ത് ആള് നേരിട്ട് വന്ന് സത്യം പറഞ്ഞതുകൊണ്ട്, ഇല്ലെങ്കിൽ കാണായിരുന്നു. അതുപോട്ടെ, വിദ്യാലക്ഷ്മിയുടെ ചെറിയച്ഛന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം. ആധാരത്തിന്റെ അസലും പകർപ്പും മുന്നാധാരത്തിന്റെ പകർപ്പും കരമടച്ച രസീതുമായിട്ട് വന്നാൽ 3 ദിവസത്തിനകം കൊടുക്കും. ഏതെങ്കിലും രേഖ കയ്യില്ലെങ്കിൽ വിദ്യാലക്ഷ്മിയുടെ ചെറിയച്ഛനല്ല, സാക്ഷാൽ ബ്രഹ്മ വന്നാലും കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. കാരണം കെ മോഹനകൃഷ്ണൻ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതെ, പറഞ്ഞ വാക്കുകൾ അതുപോലെ പാലിക്കുന്നയാൾ. അതെ. അപ്പൊ പിന്നെ ഏത്തോട്ട് തുടങ്ങിയാലോ? കേമേന്ദ്ര സാറിനെ പറ്റി അഭിപ്രായം മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഭമേ ഞാൻ 100 ഏത്തുവിടും എന്നോട് പറഞ്ഞിരുന്നു. മോഹനേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണല്ലോ. അച്ചോ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ഇനി ഏത്തുവിടാൻ നിൽക്കാതെ വേഗം ഓഫീസ് പോകാൻ നോക്ക്. കേട്ടറിവുകളെ അന്ധമായി വിശ്വസിക്കുന്നതിന്റെ കുഴപ്പമാണിത്. കേട്ടതിൽ ശരിയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് തീരുമാനത്തിലെത്തുന്നതാണ് ഉചിതമെന്ന് ഇനിയെങ്കിലും വില്ലേജ് ഓഫീസർ മനസ്സിലാക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം.